ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ എവിടെ യൂട്യൂബ് തുറന്നു നോക്കിയാലും കല്യാണി 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 കല്യാണി, എവിടെ നോക്കിയാലും കല്യാണീനെ അങ്ങോട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കല്യാണി ചെയ്ത തെറ്റെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം സ്വന്തം ഒരു വീട്ടമ്മ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് പുച്ഛമായിട്ടുണ്ടാവും. ശരിയായിരിക്കാം, പക്ഷേ വീട്ടിൽ ചെയ്യുന്ന ജോലികളും അതിൻ്റെ ഓരോ കഷ്ടപ്പാടുകളും എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് ജോലി ചെയ്യണതിൻ്റെ ഒപ്പം അതിൻ്റെ ഒപ്പം ആ വീഡിയോസ് എടുത്ത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന കാണുമ്പോൾ കുറേ പേർക്ക് കണ്ണുകടി ഉണ്ടാവും. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു എന്നിട്ട് കണ്ണി കണ്ട ഈ ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യുകയാണ്. അല്ലാണ്ട് എന്ത് വീഡിയോ ആണ് അവർ ചെയ്യണമെന്ന് വെച്ചിട്ട് അവർ യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ടേ ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടല്ല ഇവിടെ വരെ എത്തിയത്. അവർ യൂട്യൂബിൽ സക്സസ് ആയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് തുടങ്ങുന്നത്. കാരണം അവർ ആദ്യം അവരുടെ വീഡിയോസ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ഇത്രയും ഒരു ലെവലിൽ എത്തിയത് അല്ലേ. നമുക്കെല്ലാം ഈ മലയാളികൾക്കൊരു സൂക്കടുണ്ട്. കാരണം ഒന്ന് രക്ഷപ്പെട്ട് വരുന്ന ആരെങ്കിലും ഒരു യൂട്യൂബിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുമ്പോൾ ഉടനെ അവരെ അങ്ങോട്ട് ട്രോളി അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് താഴ്ത്തി കെട്ടുക. ഇതാണ് ഇതപ്പോൾ ബാക്കിയുള്ള ഇങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലുള്ള വീട്ടമ്മമാരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ തുടക്കിടുമ്പോൾ അവർക്കൊരു പ്രചോദനം അപ്പം ഉണ്ടാവില്ല. അവരപ്പം ഇങ്ങനെ എല്ലാവരും റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം പിന്നെ നമ്മൾ തന്നെ എങ്ങനെ ഒരു സംഭവം തുടങ്ങും. ഈ കല്യാണി ഇപ്പം എന്താ ചെയ്തത്? കല്യാണി അവൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പറയണം. ഉപയോഗിച്ചോ ഉപയോഗിക്കില്ല എന്ന് നമുക്കറിയില്ല, അതൊരു കാര്യം. പക്ഷേ അവരൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം ആരാണ് യൂട്യൂബിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാത്തത്? എല്ലാവരും, മിക്ക സെലിബ്രിറ്റീസും ചെയ്യുന്നുണ്ട്. ഇല്ലയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഇപ്പം കല്യാണി മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കല്യാണീനെ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരാൾ ഇപ്പോൾ കല്യാണി ഇപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയേണ്ടത് വെച്ചിട്ട് നമ്മളിപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊള്ളണമെന്നില്ല. ഈ റിവ്യൂ പറയുന്നതും അവരെ ഈ ഏറെ കയറ്റുന്നവരും തന്നെ ഇതിപ്പോൾ മേടിച്ച് നോക്കി ഇട്ടാണോ ഇതിൻ്റെ റിവ്യൂ പറയണത്? അല്ല, അവർക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. അവരുപയോഗിച്ച ഒരു സാധനത്തിൻ്റെ റിവ്യൂ പറയണു. നമ്മളത് കണ്ട ഉടനെ കല്യാണി പറഞ്ഞു വെച്ചിട്ട് മേടിച്ചിട്ട് അത് കൊളായി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവനവന് വേണച്ചാൽ മേടിക്കുക. ഒരാൾ ഒരു റിവ്യൂ പറയണത് വെച്ചാൽ അവരുപയോഗിച്ചിട്ട് കൊള്ളാം, നിങ്ങൾക്ക് വേണച്ചാൽ മേടിച്ചോളൂ, ഇന്ന കുഴപ്പങ്ങൾ അതിലുണ്ട്, ഇന്ന നല്ല കാര്യങ്ങൾ അതിലുണ്ടെന്ന് അപ്പോൾ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ അവർ പറയുന്നതിൻ്റെ കൂടെ പറയും. അപ്പം നമുക്ക് വേണമെങ്കിൽ മേടിച്ചാൽ പോരെ. എല്ലാവരെയും പോലെ തന്നെയാണ് മൈ വേ ബൈ കല്യാണി. കാരണം സാധിപ്പം ഞാനൊരു വീട്ടമ്മയാണ്, അതുപോലെ തന്നെയാണ് അവരും. പക്ഷെ നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അവർ മുന്നേ തൊട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്ത് യൂട്യൂബിലിടുന്നു. അതുകൊണ്ട് എന്താ ഇന്ന് അവർക്കൊരു വരുമാന മാർഗമായി. ഇത് കാണുമ്പോൾ കുറേ പേർക്ക് കണ്ണുകടിയുണ്ട്. അവൾ അങ്ങനെ എത്തി, നമ്മളങ്ങോട്ട് എത്തുന്നില്ല. അപ്പം ഇത് അവരെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് കുറേ പേരും ഇങ്ങോട്ട് ഇറങ്ങും. അതുകൊണ്ട് എന്താ, വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾ ഈ ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കല്യാണി നമ്മൾ ഈ അവരെ ട്രോളിയിട്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ഇടുന്നത് അവർക്ക് അതൊരു മെച്ചാണ്. അവർ വൈറലാവാണ്, പിന്നെയും വൈറലായിക്കൊണ്ടിരിക്കണം. അതാരും മനസ്സിലാക്കണില്ല. പക്ഷെ ഒരാൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മളിങ്ങനെ താഴ്ത്തി കെട്ടരുത്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞൂടെ? അല്ലാതെ അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു. വീട്ടിലെ കാര്യങ്ങൾ മാന്യമായിട്ട് ചെയ്ത് മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ വീഡിയോ ചെയ്യാറ്. എന്നിട്ടും വെറുതെ നമ്മൾ ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ? റീസെൻ്റ്ലി 1 മില്യൺ തൊട്ടായപ്പോൾ തോന്നുന്നു ഒരു താർ എടുത്തിട്ടുണ്ടായിരുന്നു, കാർ. അപ്പോൾ അതൊക്കെ എടുത്തു. അതൊക്കെ അവർ ഫാമിലി സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അവർ ഈ കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഇതിനിടയ്ക്ക് അവർ 1 വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് പിന്നെ നിർത്തി, ഗ്യാപ്പ് വന്നു. പിന്നീടാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതും ഇത്രയും വലിയൊരു സക്സസ്സിലെത്തുന്നതൊക്കെ. അതുകൊണ്ട് എന്താ, അവരിപ്പോൾ കാർ എടുത്തില്ലേ? അതൊക്കെ വെറുതെ കിട്ടുന്നതാണ്. നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന ഒരു കാർ മേടിക്കാൻ പറ്റുമോ? അവർ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടു, ഇപ്പോൾ കാർ മേടിച്ചു. അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? അതിനാരും ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്ട് ഈ വരുന്ന തെറ്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പെയ്ഡ് പ്രൊമോഷൻ കിട്ടുന്ന ആരും ഇതൊന്നും ചെയ്യാണ്ടിരിക്കണില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റീസ് ഇപ്പോൾ കൂടുതൽ നമ്മൾ പറയണ്ടല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അവർ പറയുമ്പോൾ മാത്രം അതിനൊരു ഹൈപ്പും ഈ സാധാരണ നമ്മൾ കോമൺ ആളുകൾ ചെയ്യുമ്പോൾ അതിനൊരു വില ഇല്ലാണ്ടാവണത് ശരിയല്ല. കാരണം അവർ തന്നെ കല്യാണിയുടെ തന്നെ അക്കൗണ്ട് എടുത്ത് നോക്കിയറിയാം, പണ്ടത്തെ അവരുടെ ഒരു ഫേസിൻ്റെ ഓരോ ഗസ്റ്ററും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഓരോ കാര്യം. വേണമെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ കല്യാണിയല്ല ഇപ്പോഴത്തെ കല്യാണി കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്, അടിപൊളിയുണ്ട്. പക്ഷേ
ഇതൊക്കെ നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മൾ അപ്പം തന്നെ മേടിച്ച് ഇതെല്ലാം ഉപയോഗിച്ച് നോക്കണമെന്നല്ല. നമുക്ക് വേണ്ടത് ഒരെണ്ണം സാമ്പിൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ എടുക്കുക. അവർക്കും ഇപ്പം പല സൈഡ് എഫക്റ്റും ഉണ്ടാവും ഓരോ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. അവർ അതിൻ്റെ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയണം. അതിന് അവർ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പൈസ കിട്ടണ്ടേ, അവർക്ക് അതുകൊണ്ട് ജീവിച്ചൂടെ എന്ന് വെച്ചിട്ട് ഇതൊരു തെറ്റാണോ? എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവർ എന്തൊക്കെ പരസ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ അക്കാഡമിയുടെ ഓരോ പരസ്യം ചെയ്യുന്നുണ്ട് ഓരോരുത്തർ, അവർക്ക് അതിൻ്റെ പൈസ ഇട്ടുണ്ട്. ഇവരവിടെ എന്താ പോയി പഠിച്ചു നോക്കിയിട്ടാ ചെയ്യണേ? അല്ല. അക്കാഡമിയുടെ ഒരു ഇതും നമ്മൾ അവിടെ പോയിരുന്ന് പഠിച്ചു നോക്കിയിട്ടോ, ഈ പറയണവർ ഈ ഒരു കൊല്ലം അവിടെ ഇരുന്ന് പഠിച്ചിട്ടോ ഇത് കഴിഞ്ഞിട്ട് വിദേശത്ത് പോകാൻ ഇവർ വിദേശത്ത് പോയി നോക്കിയിട്ടാണ് പറയണത്. അപ്പോൾ അതല്ലല്ലോ, അതിനാർക്കും പറയില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഒരു ഫേസ് ക്രീം ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയണതിന് എന്താണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ നിങ്ങൾ ഒരാളെ ഇങ്ങനെ ടോക്ക് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ടാണ് ഇടുന്നത്, അപ്പോൾ അവർക്ക് അത് എന്തുമാത്രം എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും ഒരു റിവ്യൂ അല്ലെങ്കിൽ കമൻറ്റ് പറയണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അത് നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെ പറയാം. ചീത്തയായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, ചീത്തയായിരിക്കാം എന്ന് വെച്ചിട്ട് ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. അത് ഫേസ് ക്രീമിൻ്റെ എല്ലാവരും ഇപ്പോൾ അതൊരു പരസ്യമാണ്. നമ്മൾ ടി വിയിൽ പരസ്യം കണ്ടു വെച്ചിട്ട് നമ്മളിപ്പോൾ അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ പരസ്യം കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവർ കോവയ്ക്ക കല്യാണി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർ കോവയ്ക്കയിൽ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ എല്ലാവരും കോവയ്ക്ക കല്യാണി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരതിനെ ഒരു നെഗറ്റീവ് പറഞ്ഞില്ല. അവർ കോവയ്ക്ക കല്യാണി എന്ന് വിളിക്കുന്നത് അവർക്കും ഇഷ്ടമാണ്. അവരിടയ്ക്ക് വീഡിയോസിൽ അത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവർ ഓരോ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യാറില്ലേ? അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? അപ്പോൾ എന്താ അത് നമ്മൾ പറയാത്ത? അവരതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും സക്സസ്സിൽ, ഒരു വീട്ടമ്മ ഇത്രയും സക്സസ്സിൽ 1 മില്യൺ കഴിഞ്ഞു, ഇപ്പോൾ 1.25 എത്രയൊക്കെ ആയി. അത് വെറുതെ ആണോ? നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്ര റീച്ച് ആവാൻ പറ്റുമോ? അവർ വീട്ടിലുള്ള കാര്യങ്ങൾ, സാധാരണ നമ്മുടെ അമ്മമാർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടിട്ട് റീച്ചായി അവർ ഫാമിലി നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറേ പേർക്ക് കുറേ ചൊറിച്ചിലുണ്ടാവും. അവർ ഇതിന് അഗെയിൻസ്റ്റായിട്ട് കുറേ വീഡിയോസ് ഇടും, അവരെ തളർത്തി കെട്ടാൻ നോക്കും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവർ തളരുമില്ല, അവർ കുറേ കൂടി ബൂസ്റ്റ് ആവുകയും ചെയ്യും, അവർ നല്ല രീതിയിൽ എത്തുകയും ചെയ്യും. നമ്മളപ്പോൾ വെറുതെ ഒരാളെ താഴ്ത്തി കെട്ടുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. എന്നും കല്യാണിയുടെ വീഡിയോ കാണുന്ന ഒരാളല്ല. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം നമുക്ക് പെട്ടെന്നൊരു കുറേ കാര്യങ്ങൾ ഞാൻ കറി നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പെട്ടെന്നൊരു കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതെന്തായിരുന്നു നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ കുറേ കുക്കിംഗ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ട്. എന്നാലും ചിലപ്പോൾ കല്യാണം ഉണ്ടാക്കിയത് ചിലപ്പോൾ എടുത്ത് നോക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അത് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒരു വീട്ടമ്മ ചെയ്ത് വീഡിയോ ഇടുന്നോണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റുമോ? അപ്പോൾ അവരതൊരു നല്ല രീതിയിൽ സക്സസ്സിലെത്തി, നമ്മളതിനെ പറ്റിച്ച് സപ്പോർട്ട് ചെയ്യും. കല്യാണിയുടെ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഒരാളെ ടോക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അവർക്ക് പറയാനുള്ളത് അവർ കഴിഞ്ഞ ദിവസം ലൈവായിട്ടും വീഡിയോസും ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആലോചിക്കുക. നല്ല രീതിയിൽ മുന്നേറി വരുന്നവർ യൂട്യൂബിൽ വരട്ടെ എന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസ് ആണെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.